നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ യാത്രകളും എന്നും വലിയ വലിയ ലക്ഷ്യങ്ങളോടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് തന്റേതായ ഒരു സ്ഥാനമുണ്ട്. അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആവട്ടെ, ഇസ്രയേൽ ആവട്ടെ, ഏത് വമ്പനോടും ഇന്ന് നമ്മുടെ രാജ്യവും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. അത് ഈ കഴിഞ്ഞ ഒരു ദശകം കൊണ്ടുള്ള മോദിയുടെ പ്രയത്നമാണ്. ഇപ്പോഴിതാ മോദിയുടെ നമീബിയൻ സന്ദർശനം ഇന്ത്യയുടെ ധാതു മേഖലയ്ക്ക് വലിയ വഴിത്തിരിവാകുമെന്ന വാർത്തകളാണ് വരുന്നത്. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, നിർണായക ധാതുക്കൾ, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട മേഖലയിലെ ഇന്ത്യ നമീബിയ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ ഇന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ദീർഘകാല ഉഭയകക്ഷി ബന്ധത്തിൽ നിരവധി പുതിയ വഴികൾ ചേർക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മോദി തന്നെ വ്യക്തമാക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രധാനമായിട്ടും സിങ്ക്, വജ്ര സംസ്കരണം പോലുള്ള ധാതു വിഭവങ്ങളിലാണ്. നമീബിയ ഒരു വിഭവ സമ്പന്നമായ രാജ്യമാണ്. യുറേനിയം, ചെമ്പ്, കൊബാൾട്ട്, അപൂർവ ഭൂമി എന്നിവയുടെ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. ഇവിടുത്തെ ലിഥിയം, ഗ്രാഫൈറ്റ്, ടാൻഡലം എന്നിവ ഇന്ത്യക്ക് താല്പര്യമുള്ളവയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ യുറേനിയം ഉൽപാദകരും ലിഥിയം, സിങ്ക്, അപൂർവ ലോഹങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകരും നമീബിയയാണ്. നമീബിയയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാസ്തവയും നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ വജ്രഖനികളിലും ഇന്ത്യ കണ്ണുവച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദ്ര വജ്ര നിക്ഷേപമാണ് നമീബിയയിലേത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി 2033 വരെ യുറേനിയം ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് മോദിയുടെ ഈ നമീബിയ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യൻ നാഷണൽ ക്രിട്ടിക്കൽ മിന്റർ മിഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ഈ സംഭവത്തിൽ നമീബിയയെ പങ്കാളിയായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിർണായക ധാതു മേഖലകളിലെ സഹകരണത്തിനായി ഒരു ക്രിട്ടിക്കൽ മിനറൽ പാർട്ട്ണർഷിപ്പ് കരാറിൽ ഒപ്പുവെക്കുന്നതിന് ഇരു രാജ്യങ്ങൾക്കും പ്രവർത്തിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യാപാരം, ഊർജം, പെട്രോ കെമിക്കൽസ് എന്നിവയിലെ ബന്ധങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ഞങ്ങൾ ചർച്ച ചെയ്തു. പ്രൊജക്ട് ചീറ്റയിൽ നമീബിയയിൽ നിന്നുള്ള സഹായത്തിന് ശേഷം നന്ദി പ്രകടിപ്പിച്ചു. യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു, പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ദീർഘകാല സഹകരണമുണ്ടെന്നും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും മോദി പറഞ്ഞു. പ്രതിരോധ ഉൽപാദനത്തിനുള്ള ഒരു ആവാസ വ്യവസ്ഥ നമുക്കുണ്ട്. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങൾ അവയുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമീബിയയ്ക്ക് ഒരു പ്രത്യേക പ്രതിരോധ വായ്പ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും, മോദി പറഞ്ഞു. മോദിയുടെ ആദ്യ നമീബിയ സന്ദർശനമാണിത്. കഴിഞ്ഞ 27 വർഷത്തിനിടെ ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ സന്ദർശനവുമാണിത്. ഇന്ത്യയും നമീബിയയും തമ്മിൽ വളരെ കാലമായി ശക്തമായ ബന്ധമുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ന്യൂഡൽഹി നമീബിയയെ അംഗീകരിച്ചതാണ്. കൂടാതെ 1946 UNGAയിൽ അതിന്റെ ലക്ഷ്യം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 98 മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നമീബിയ സന്ദർശിച്ചതുമാണ്. എന്തായാലും ഇന്ത്യ ഇന്ന് മറ്റു രാജ്യങ്ങളുമായി കൂടിച്ചേർന്ന് വമ്പൻ നേട്ടങ്ങളാണ് കൊയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.